ദിവസവും സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ സാധിക്കുക, ഇല്ലെങ്കിൽ നാളേക്ക് മറ്റൊന്നുണ്ട് എന്ന് വിചാരിക്കുന്നിടത്താണ് സക്സസ്. എനിക്ക് നാളെ പരിപാടിയുണ്ട്, ഇല്ലെങ്കിൽ നാളെ എനിക്ക് മറ്റൊരു ആഗ്രഹം സാധിക്കാനുണ്ട്, നാളെ എനിക്കൊരു വർക്ക് ഉണ്ട് എന്ന് പറയുന്ന ആ ദിവസം, അല്ലെ ആ ദിവസം നമ്മൾ സമാധാനത്തിൽ കിടക്കില്ല. അതാണ് എന്റെ സക്സസ്. ഞാൻ ഡിപ്രഷൻ, ഞാൻ നെഗറ്റീവ് മൂഡ് സ്വിങ്സ് എന്ന വാക്ക് ഉപയോഗിക്കാറില്ല പൊതുവെ. എനിക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരോട് നമുക്കത് നമ്മളെ തന്നെ മാറ്റാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. മാറ്റി നിർത്തലിൽ അവഗണന കുറെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ ലോകത്ത് സാമ്പത്തികമായ ശേഷിയുള്ള മനുഷ്യന് എല്ലായിടത്തും പരിഗണന ഉണ്ടെന്ന് ഞാൻ കണ്ടു, പഠിച്ചു. 22-ാമത്തെ വയസ്സ് 23-ാമത്തെ വയസ്സ് വരെ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അന്ന് ആരെങ്കിലൊക്കെ ഒപ്പം ഉണ്ടെന്ന് പറയുമ്പോഴും അത് ഭയങ്കരമായിട്ട് എനിക്കൊരു തൃപ്തിയുള്ള ഒരു ഒപ്പം ചേർക്കലല്ല, അഹങ്കരിക്കുന്നതല്ല, എങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടുകാരെ പോലെ മറ്റൊരാളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അൾട്ടിമേറ്റ്ലി ഞാൻ വിചാരിക്കുന്നത് സ്വന്തം വീട്ടുകാർ, ഒരു പനി വന്നാൽ നമ്മളെ കെയർ ചെയ്യുന്നത് അവരായിരിക്കും. അങ്ങനത്തെ അവരില്ലാത്തൊരു കാലഘട്ടം വലിയൊരു നീണ്ട ഒറ്റപ്പെട്ട ദിവസങ്ങളായിരുന്നു എന്നുള്ളതാണ്. യു ഇൻ യു. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നാദിറ മെഹറിനാണ്. ആക്ടിവിസ്റ്റാണ്, ആക്ടറാണ്, മോഡലാണ്, ന്യൂസ് റീഡറാണ്. അങ്ങനെ ഇങ്ങനെ പോവാണ് എന്തൊക്കെയാണെന്ന് അറിയാണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ മൊമെൻറ്റും വളരെ പ്രൗഡായിട്ട് നിന്ന്, വളരെ ബോൾഡായിട്ട് നിന്നത് റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ്. വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നാദിറ. താങ്ക് യു. നമസ്കാരം. എനിക്കും സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പുതിയൊരു ഒരു സംരംഭമായിട്ട്, അല്ലെങ്കിൽ ഈ പുതിയൊരു ജേർണി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഷിബ്ല ചേച്ചിയുടെ ഈ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അപ്പം എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നാദിറ വളരെ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കുപ്പായങ്ങളുണ്ട്. അപ്പോൾ നാദിറയെ സംബന്ധിച്ച് വാട്ട് ഇസ് സക്സസ് മീൻ ടു യു? ഉറപ്പായിട്ടും ഞാൻ സക്സസ് എന്നുള്ളത്, ഞാൻ ഭയങ്കര സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ അതല്ല. എനിക്ക് ഇനിയും കുറേ ആഗ്രഹങ്ങളുണ്ട്. ഞാനൊന്നും എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു സന്തോഷങ്ങളുടെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്തതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒത്തിരി സ്വപ്നങ്ങളുള്ള, വളരെ കുട്ടിക്കാലം തന്നെ സ്വപ്നം കാണാൻ കുറേ പഠിച്ച ഒരാളാണ്. അപ്പം ദിവസവും സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ സാധിക്കുക, ഇല്ലെങ്കിൽ നാളേക്ക് മറ്റൊന്നുണ്ട് എന്ന് വിചാരിക്കുന്നിടത്താണ് സക്സസ്. എനിക്ക് നാളെ പരിപാടിയുണ്ട്, ഇല്ലെങ്കിൽ നാളെ എനിക്ക് മറ്റൊരു ആഗ്രഹം സാധിക്കാനുണ്ട്, നാളെ എനിക്കൊരു വർക്ക് ഉണ്ട് എന്ന് പറയുന്ന ആ ദിവസം, അല്ലെ ആ ദിവസം നമ്മൾ സമാധാനത്തിൽ കിടക്കില്ല. അതാണ് എൻ്റെ സക്സസ്. ഒന്നുമില്ലാതെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇനി നെക്സ്റ്റ് ഒന്നും ഓപ്ഷനില്ല, സ്വപ്നം കാണുന്നതൊന്നും നടക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്രഷനിലേക്ക് പോവുക. ഞാൻ പക്ഷെ പൊതുവെ പുറമെ അത് കാണിക്കാറില്ല. ഭയങ്കര അച്ചീവ് ചെയ്ത ഒരാളെ പോലെയാണ് ജീവിക്കുക. പക്ഷെ എൻ്റെ സന്തോഷം നാളേക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതി വെക്കുന്ന ആ രാത്രി, അതാണ് ഏറ്റവും വലിയ അതാണ് സക്സസ്. സക്സസ്. ഇപ്പം നമ്മൾ ഈ സക്സസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുന്നതാണ് സക്സസ് എന്ന് പറയുമ്പോൾ, എല്ലാ ദിവസവും നാദിറയ്ക്ക് ചിലപ്പോൾ ഒരു ഇൻറ്റേർണൽ ബാറ്റിൽ ഉണ്ടാവും. ലൈക്ക് യുനോ അത് എന്തായിരിക്കും? ഇഫ് ഐ ആസ്ക് യു, എന്താണ് ഒരു ഇൻറ്റേർണൽ ബാറ്റിൽ ദാറ്റ് ഒരു എല്ലാ ദിവസവും ഹാൻഡിൽ ചെയ്യുന്ന, എല്ലാ ദിവസവും ഞാനിതിനെ മാനേജ് ചെയ്താലാണ് എൻ്റെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അങ്ങനത്തെ ഒരു ഇൻറ്റേർണൽ ബാറ്റിൽ എന്തായിരിക്കും? അങ്ങനെ ഞാൻ ഒരു ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ ഉം. പൊതുവെ. എന്നെ കാണുന്നവർക്കറിയാം. ആഹ് അങ്ങും കുറേ മേഖലകൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഓരോ ദിവസവും ഒരു പ്ലാനിങ് ഉണ്ടാവും. കറക്റ്റ് ഒരു ഷെഡ്യൂൾ വേണം എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ലൈഫിലൊരു കറക്റ്റ് ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ലൈഫിലൊരു വൃത്തിയൊക്കെ വരും. നമ്മൾ മുമ്പൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എങ്ങനെയാ, രാവിലെ എഴുന്നേറ്റ് പോവുക, പിന്നെ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുറച്ചും കൂടി പ്ലാൻഡ് ആയിട്ട് അങ്ങനെ ജീവിച്ച് പോവുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു ജേർണി ഡെഫിനറ്റ്ലി ഈസി ആയിട്ടുണ്ടാവില്ല. ഒറ്റയ്ക്ക് ഒട്ടുമല്ല. തുടങ്ങിയ ഒരു ഉം. ജേർണിയാണ്. ഇപ്പോൾ ചുറ്റും ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് ഫെയിം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഈസ് ദർ എനി മൊമെന്റ് വെർ യു ഫെൽറ്റ് ഒറ്റപ്പെട്ടു പോയ പോലെ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഏറ്റവും കൂടുതൽ അങ്ങനെ തോന്നിയ ഒരു ഒരു ദിവസം? ഇന്ന് ഓർ- ലോകത്ത് ഭയങ്കര സക്സസ് ആണെന്ന് അഹങ്കരിക്കുന്ന ഓരോ മനുഷ്യനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അവൻ ചിന്തിക്കുന്നുണ്ടാവും, ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു എല്ലാ ശിവലി ചേച്ചിക്കൊക്കെ ഉണ്ടാവണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒപ്പം ഉള്ള ആൾ പോലും ഇല്ലല്ലോ, ഒന്ന് വിളിച്ചില്ലല്ലോ എന്നൊക്കെ തോന്നുന്ന നിമിഷം. എനിക്ക് അങ്ങനത്തെ ഒറ്റപ്പെട്ട കുറേ അധികം അനുഭവമുണ്ട്. എൻ്റെ ലൈഫിലൊരു വലിയ കാലഘട്ടം തന്നെ അതിനുവേണ്ടി ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. എനിക്കൊരു 18-ാമത്തെ വയസ്സിലൊരു യങ്ങായിരിക്കുന്ന ഒരു പയ്യൻ, ബോയ്, ഞാൻ അങ്ങനെയാണ് എന്നെ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് ഒരു കുറച്ച് കാലത്തേക്ക്, ഒരു 22-ാമത്തെ വയസ്സ് 23-ാമത്തെ വയസ്സ് വരെ ആ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അന്ന് ആരെങ്കിലൊക്കെ ഒപ്പം ഉണ്ടെന്ന് പറയുമ്പോഴും അത് ഭയങ്കരമായിട്ട് എനിക്കൊരു തൃപ്തിയുള്ളൊരു ഒ ഒ ഒപ്പം ചേർക്കലല്ല, അഹങ്കരിക്കുന്നതല്ല, എങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടുകാരെ പോലെ മറ്റൊരാളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ
ഏറ്റവും കൂടുതൽ അൾട്ടിമേറ്റ്ലി ഞാൻ വിചാരിക്കുന്നത് സ്വന്തം വീട്ടുകാർ. ഒരു പനി വന്നാൽ നമ്മളെ കെയർ ചെയ്യുന്നത് അവരായിരിക്കാം. അങ്ങനത്തെ അവരില്ലാത്തൊരു കാലഘട്ടം വലിയൊരു നീണ്ട ഒറ്റപ്പെട്ട ദിവസങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരാളെ പറയാനുണ്ടോ നാദ്രയ്ക്ക് അവിടുന്ന്? അതായത് അവരുടെ ഒരു സ്ട്രെങ്ത്തിലാണ് ഞാൻ അവിടുന്ന് ഞാൻ എന്നെ പുള്ളി ചെയ്തെടുത്തത്. ഞാൻ അങ്ങനെ വീഴാൻ പോയവർ എനിക്കൊരു കൈ തന്നത് ഇന്ന ഒരാളാണ്. എനിക്കങ്ങനെ കുറച്ചധികം മനുഷ്യരുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. കാരണം അത് മതിയടുത്താണ് അലിഗേഷൻ. അപ്പം ഒപ്പം ചേർത്ത് പിടിച്ച മനുഷ്യരൊക്കെയുണ്ട്. അത് അവരൊക്കെ തന്നെ കുറേ നാളത്തേക്ക് എന്നോടൊപ്പം യാത്രയിലുണ്ടായിരുന്ന മനുഷ്യരല്ല. ഓക്കെ. ഒരു 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 കുറച്ച് സമയത്തേക്ക് എന്നെ ആശ്വസിപ്പിച്ച മനുഷ്യരൊക്കെയുണ്ട്. അവരോടൊക്കെ ഇപ്പോഴും സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. പിന്നീടൊക്കെ പിണങ്ങേണ്ടി വന്നാൽ പോലും ഞാനായിട്ട് അവരടുത്ത് ഞാൻ ഇപ്പോൾ ആലോചിക്കും, പണ്ട് എനിക്കൊരു നേരത്തെ ഫുഡ് തന്നവരാ. നമ്മളത് മറക്കരുത്. ഞാൻ വന്ന വഴി മറക്കാത്ത ഒരാളാണ്. വന്ന വഴി മറക്കരുതെന്നുള്ളതാണ്. അപ്പം അവരൊക്കെ വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് പിന്നെ ഒരാളെ മാത്രം ചൂണ്ടിക്കാണിക്കാനായിട്ടൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരാളില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. കുറേ മനുഷ്യരുണ്ട്. ഏറ്റവും കൂടുതൽ വാലിഡേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീനായിട്ട് നാദ്രയ്ക്ക് തോന്നിയ ഒരു മൊമെന്റ് എപ്പോഴായിരിക്കും? എപ്പോഴും ഓൾമോസ്റ്റ് എപ്പോഴും ലൈം ലൈറ്റിലുള്ള ആളാണ്. എന്തൊക്കെ ചെയ്യുന്നു എന്ന് ലോകത്തിന് അറിയാം. ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഓക്കെ ലൈക്ക് ഇപ്പോൾ ദ വേൾഡ് നോസ് മീ അങ്ങനെ നമുക്കൊരു വാലിഡേറ്റഡ് ആയിട്ട് അതെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ആണ് എൻ്റെ ലൈഫിലൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് കാരണമായത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിന് ശേഷം എനിക്ക് കുറേയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നം കാണാൻ തുടങ്ങിയത് പോലും ഒരു പക്ഷേ ആ സമയത്ത് തൊട്ടായിരിക്കണം. ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആകുന്നുണ്ടെങ്കിൽ അത് ആ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ലാൽ സാറിനെ കണ്ട നിമിഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കൊരു മൈക്കെടുത്ത് കൈ തന്ന ഒരാളുണ്ട്. ആ ദിവസമൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഡേ. എനിക്കതിന് ശേഷം എന്തെന്നുള്ളതല്ല, ഞാൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലാണല്ലോ ഞാൻ എത്തിയെന്നുള്ളത് ഞാൻ അന്നാണ് തിരിച്ചറിയുന്നത്. അതിന് മുമ്പൊക്കെ ഇവരൊക്കെ വിളിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു കൺഫർമേഷനൊക്കെ സംസാരിക്കുമ്പോഴും ചിലപ്പം കിട്ടിയേക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയേക്കാം എന്നൊക്കെ തോന്നിയിട്ട്. പക്ഷെ അവിടെ എത്തുന്ന ആ ഒരു ഹോമിലേക്ക് കയറുന്ന ആ നിമിഷം ഒരിക്കലും മറക്കില്ല. ഞാൻ സ്വപ്നം കണ്ടതുപോലെയുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ വോയിസ് ഔട്ട് ചെയ്യേണ്ടി വരുമല്ലോ നാദ്രയ്ക്ക് എസ്പെഷ്യലി ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരാളാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരാളാണ്. അതിൻ്റെ എല്ലാ മൂമെൻറ്റ്സിലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ വേറെ ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയതായിട്ട് തോന്നിയിട്ടുണ്ട്? അങ്ങനെ കുറേ തോന്നി. കാരണം ഞാൻ കേരളത്തിനകത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്തത് ഒരു പക്ഷേ ആ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അപ്പോൾ അതിനുശേഷം കേരളത്തിനകത്തുള്ള കുറേയധികം ട്രാൻസ്പോസേഴ്സിൻ്റെ ലൈഫിൽ അവരുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാൻ ഞാനൊരു പാർട്ട് മാത്രം കേട്ടോ. അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഞാനൊരു ഭാഗമായി എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം കൂടി ഒരു കുട്ടി വിളിച്ചിട്ട് പറയണം, നാദ്ര ചേച്ചിയുടെ എപ്പിസോഡും ഇത് ടെലികാസ്റ്റൊക്കെ കണ്ടതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് എനിക്ക് കോൾ വരുന്നത്. ഇപ്പോൾ ആ കൊച്ച് വീട്ടിലോട്ട് തിരിച്ച് കയറുക. അപ്പോൾ ആ തുടക്കത്തിന് ഞാനൊരു കാരണമായെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. പ്രത്യേകിച്ച് ഞാൻ ജെൻഡർ കാർഡൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. ജെൻഡറൊന്നും അധികം സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ സംസാരിക്കാതെ നമുക്കൊരു കമ്മ്യൂണിറ്റീനെ പരിചയപ്പെടുത്താൻ പറ്റും. നമ്മുടെ ലൈഫിലൂടെ, എക്സ്പീരിയൻസിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെയൊക്കെ. അവിടെ എനിക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നും കിട്ടിയിട്ടില്ല ബിഗ് ബോസിനകത്ത്. എനിക്ക് സാധാരണ ഒരു സ്ത്രീക്കും പുരുഷനും അവിടെ എന്തൊക്കെ കിട്ടുന്നു അത് മാത്രം കിട്ടിയ ഒരാളാണ്. അത് മതി. എനിക്കതാണ് ആഗ്രഹം. പിന്നെ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്കൊരു കാരണമായി എന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. അത് നിർബന്ധമൊന്നുമല്ല കേട്ടോ. ഒരാളെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് കിട്ടിയ പൈസ ഞാൻ എവിടെ കൊണ്ടുവച്ചാൽ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്ത ഒരാളാണ്. അപ്പം അതൊരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് വെച്ചാൽ അല്ല. അപ്പോൾ എനിക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഞാൻ പോയി. പക്ഷേ അത് ഒപ്പം ഒരു വലിയ കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയൊരു അവസരം കൂടി കിട്ടാനായിട്ട് ഒരു സാധ്യത ഉണ്ടാക്കുന്ന ഒരാളായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പം AISF ലീഡർഷിപ്പ് അതിൽ അതെ. അപ്പോൾ അത് ഒട്ടും ഈസി ആയിരിക്കില്ല. എവ്രിവൺ നോസ് ദാറ്റ് അതിൽ ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു ട്രാൻസ് വുമൺ ആണ് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ടാവുമല്ലോ. ഐ മീൻ ലൈക്ക് കഥകളേ ഉള്ളൂ. ഞാൻ 4 വട്ടം കണ്ട തോറ്റ ഒരാളാണ് ഇലക്ഷന് മത്സരിച്ച്. അതൊന്നും പുറം ലോകത്ത് ആർക്കും അറിയില്ല തോന്നുന്നു. ഞാൻ 4 വട്ടം ASFൻ്റെ പാനലിൽ മത്സരിക്കുകയുണ്ടായി. തോറ്റുപോയി. പക്ഷേ തോറ്റുപോയപ്പോഴും ഞാൻ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസൊക്കെ അവരുടെ തുടക്കകാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നില്ല. അവരിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ തോൽവിയാണ് അവരുടെ ഇപ്പോഴത്തെ ഇത്. അപ്പോൾ എനിക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ വലിയ സ്ഥാനങ്ങൾ, അന്ന് കോളേജ് ഇലക്ഷനൊക്കെ അല്ലേ മത്സരിക്കുന്നുള്ളൂ. ഇനി ഉള്ള ഏതെങ്കിലും വലിയൊരു പ്ലാറ്റ്ഫോമിൽ മത്സരിച്ച് ചിലപ്പോൾ വിജയ സാധ്യത ഉണ്ടെങ്കിലോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ സമാധാനിക്കുന്നു സ്വയം പറഞ്ഞ് ഞാൻ. നാദ്ര ഇപ്പോൾ സിനിമകളിൽ
വളരെ സജീവമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു വുമൺ എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യണം എന്നാണോ? അതോ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് അവസരങ്ങൾ സിനിമയിലുണ്ടായി. ആ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് ബിക്കോസ് ഇപ്പം മരണമാസിൽ ചെയ്തത് ഒരു ജെൻഡർ പറയുന്നില്ല. ഇല്ല. ഒരു ടീച്ചറാണ് എന്നുള്ളത് മാത്രമാണ് പറയണത്. അപ്പം നാദിറ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയും ഞാൻ ഇവിടുത്തെ ഡയറക്ടേഴ്സിനോടും സിനിമ എടുക്കുന്ന എല്ലാ ആൾക്കാരോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ സിനിമ എടുക്കുമ്പോൾ ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ പ്രത്യേകിച്ച് ജെൻഡർ ഒന്നും ഇല്ലാത്ത ക്യാരക്ടറുകൾ തന്നാൽ അത്രയും സന്തോഷം. ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ല നമുക്ക് വേണ്ടത്. ഇപ്പോൾ മരണമാസ് ഓക്കെ, മലയാള സിനിമയ്ക്കകത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്. നാദിറ മെഹറിനാണ്, ടീച്ചറാണ്, അതും അംഗൻവാടി ടീച്ചർ. നമ്മൾ മറ്റ് ടീച്ചേഴ്സിനെ പോലെ അല്ല, അംഗൻവാടി ടീച്ചറിന് കുട്ടികളുമായിട്ട് വളരെ ചെറിയ കുട്ടികളാണ്. അപ്പം അവിടെ നാദിറ മെഹറിൻ ബ്രാക്കറ്റ് ഇട്ട് ട്രാൻസ് എന്ന് എഴുതുന്നില്ല. ഇപ്പം ചേച്ചി ഇപ്പം അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് വുമൺ വുമൺ എഴുതുന്നില്ല. അപ്പം അതാണ് മാറ്റം. നിങ്ങൾ എങ്ങനെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഉദാഹരണവും തെളിവും ഒക്കെ അങ്ങനെ ഉണ്ടാവുക. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പബ്ലിക്കിന് ഇവരും സാധാരണ ആൾക്കാരല്ലേ, നാദിറ ടീച്ചറല്ലേ, നാദിറ അഡ്വക്കേറ്റ് അല്ലേ, വക്കീലല്ലേ, പോലീസല്ലേ എന്ന് പറയുമ്പോൾ ഇവരും ഇവിടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം പണികളിൽ ഏർപ്പെടുന്ന മനുഷ്യരാണ്. അല്ലാതെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട് എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ക്യാരക്ടർ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ ബെഗ്ഗിങ് ഒക്കെ കാണിക്കുന്ന ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. നമ്മൾ അങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളല്ലാത്തടത്തോളം കാലം നമ്മൾ ഇവിടുത്തെ സാധാരണ മനുഷ്യരെ പോലെയൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അത്തരം ക്യാരക്ടറുകൾക്ക് വേണ്ടി നമ്മൾ ക്ഷണിക്കുക. പ്രത്യേകിച്ച് എൻ്റെ ഒരു ആഗ്രഹമാണ്, പേഴ്സണൽ ഒപ്പീനിയനാണ്, ജെൻഡർ ഇല്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ജനറൽ ന്യൂട്രൽ ആയിട്ട് ന്യൂട്രലായിട്ട് ഇപ്പം പോലീസൊക്കെ ആകുമ്പോൾ പോലീസുകാർ ഇല്ലെങ്കിൽ ഒരു പോലീസ് എങ്ങനെ നിൽക്കും അതുപോലെ തന്നെ. ഇപ്പം മരണമാസ സിനിമ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടായെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഒരു വിഷമകരമായിട്ട് ഒരു ബാനൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അതിനെ പേഴ്സണലി ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ്. കാരണം പുറമെ നിൽക്കുന്ന ഒരാൾക്കോ നാദർ ഇത്ര വലിയ കൊമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ ഉള്ളതായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് നമുക്ക് സിനിമയുടെ ഒക്കെ ഭാഗമാകാൻ കഴിയുന്നത് ഒരു അവസരം തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതി, ഞാൻ എപ്പോഴും സെറ്റുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ്. എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ലൈഫിൽ ഞാനൊരു 7-8ഓളം മലയാള സിനിമ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് എന്നെ എല്ലാവരും സ്നേഹിക്കുകയും കരുതലൊക്കെ നടത്തുന്നത്. അപ്പം പക്ഷേ ഈ മരണമാസിന് അവരിത്രയും കെയർ ചെയ്ത്, എനിക്ക് ആ ക്രൂവിനോട് വലിയ നന്ദിയുണ്ടെന്നുള്ളത്. ആ ക്രൂ വളരെ സേഫായിട്ട് വളരെ സ്നേഹത്തോടെ എന്നെ അത്രയും ചേർത്ത് പിടിച്ച മനുഷ്യരാണ്. ഡയറക്ടറൊക്കെ ശിവേട്ടനും സിജു ഒക്കെ തന്നെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ബേസിലായിരുന്നൊക്കെ തന്നെ. അപ്പം അവർക്കിങ്ങനെ ചെറിയൊരു സങ്കടം വന്നു എന്ന് കേട്ടാൽ, പക്ഷേ വേറൊരു കാര്യം പറയട്ടെ, ഭയങ്കര സന്തോഷമുള്ളത്, അവർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, അത് കുഴപ്പമില്ലടോ, അതൊക്കെ സാധാരണയല്ലേ, ഇപ്പോൾ എത്ര പടങ്ങൾക്ക് അല്ലെങ്കിൽ പല പടങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാറില്ലേ, നമ്മളാരും പ്രതീക്ഷയില്ലല്ലോ. പിന്നെ സൗദി പോലുള്ള രാജ്യത്ത് മാത്രമല്ലേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുള്ളൂ. സൗദി പോലത്തെ ആൾക്കാർ വളർന്നിട്ടില്ല, നമുക്ക് അങ്ങനെ വിചാരിക്കാം. കേരളത്തിനകത്ത് എങ്ങനെയാണ്, ഓക്കെ അല്ലേ, ഇന്ത്യക്കകത്ത് ഓക്കെ അല്ലേ, നമുക്ക് നോക്കേണ്ട ഒരു കൊമേഴ്ഷ്യൽ ആണെങ്കിൽ പോലും അത് ഇവിടെയൊക്കെ അല്ലേ, ഇത് മതി. അപ്പം ടോവിനോ ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമുക്ക് അതല്ലെങ്കിൽ 10 രാജ്യം വേറെ എടുക്കാം. എടുത്തു വന്നിട്ട് ഞങ്ങൾ അങ്ങനെ. അതുകൊണ്ട് ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ അത്രയും സക്സസ് ആയിട്ടുള്ള സിനിമയാണ്. പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ പറയും, മരണമാസിൽ കണ്ടായിരുന്നു, കൊള്ളായിരുന്നു, വളരെ കുഞ്ഞു വേഷം കേട്ടോ, പക്ഷെ ആ കുഞ്ഞു വേഷത്തിന് ജീവൻ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പിന്നെ ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജെൻഡറിൽ നിന്ന് വേറൊരു ജെൻഡറിലേക്ക് ട്രാൻസ്ഫോം ആവുമ്പോൾ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് മെൻ്റൽ ഹെൽത്ത്. കേരളം പോലെയുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ സൗദിയെക്കാളും വളർന്നെങ്കിലും നമ്മൾ വളർന്നു വരുന്നേ ഉള്ളൂ. ടെക്നോളജി നമ്മൾ വളർന്നത് ഞാൻ പറയുന്നില്ല. ഈ ശാസ്ത്രീയമായിട്ടുള്ളൊരു അവസ്ഥയിലൊക്കെ കേരളം അങ്ങനെ വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ തായ്ലൻഡിലൊക്കെ പോകുമ്പോഴത്തേക്കോ കേരളക്ക് ഇനിയും വളരാൻ കിടക്കുന്നു, നമ്മളിപ്പോഴും 99-ലാണോന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മെൻ്റൽ ഹെൽത്ത് കീപ്പപ്പ് ചെയ്യുന്നത്? ഞാൻ എപ്പോഴും പറയും, ശരീരത്തിന് ശാരീരിക രോഗങ്ങൾ ഉള്ളത് പോലെയാണ് മനസ്സിന് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഡിപ്രഷൻ അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് മൂഡ് സ്വിങ്സ് എന്ന വാക്ക് ഉപയോഗിക്കാറില്ല പൊതുവേ. എനിക്കങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരോട് നമുക്കത് നമ്മളെ തന്നെ മാറ്റാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത്രയും സിവിയർ വിഷയങ്ങളല്ല കേട്ടോ ഞാൻ പറയണം. ഞാൻ പറയണ വളരെ ചെറിയൊരു കാര്യം കാണുമ്പോൾ തന്നെ നെഗറ്റീവ് വരുന്നു, മൂഡ് സ്വിങ്സ്, ഞാൻ ഡിപ്രഷനില്ല എന്നൊക്കെ ഞാൻ കുറവാണ് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള സ്പേസിൽ പോയിരിക്കും. എനിക്ക് കുറച്ച് നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ഞാൻ ഒഴിവാക്കും. എനിക്ക് പറഞ്ഞാൽ ഭയങ്കര തമാശ, എനിക്ക് മഴ കാണുന്നത് ഇഷ്ടമല്ല. ഓക്കെ. എനിക്ക് മഴയോട് ഭയങ്കര ഒരു ദേഷ്യമുണ്ട് എനിക്ക്. ആ ട്രോമ ആയിരിക്കും കുട്ടിക്കാലത്തെ. ഓക്കെ. പിന്നെ ഇരുട്ട് പറ്റത്തില്ല, കറുപ്പ് പറ്റത്തില്ല, ഓക്കെ. കറുത്ത വസ്തുക്കൾ കാണുന്നതിനോട് ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്ക്. പൊളിറ്റിക്കലി പറയുന്നതല്ല, പക്ഷെ എൻ്റെ ഇതാണ്, എനിക്കത് ഉണ്ടാവുന്ന അവസ്ഥ, അത് പറയാലോ എനിക്ക്. ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പിന്നെ
ആരുടെയെങ്കിലുമൊക്കെ മോശമായ വാക്കുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തിരുത്താനൊക്കെ ശ്രമിക്കും കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു പ്ലസ് ഉണ്ട്. ഞാൻ അപ്പം തന്നെ തിരുത്തി പോയാൽ നന്നായി. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഓർത്ത് വെറുതെ വിഷമിക്കേണ്ടെന്നൊരു അങ്ങനത്തെ സിറ്റുവേഷൻസിനൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ അത്രയും വിഷമം വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് കാശ് പൊട്ടിക്കുക, അത്രയും വലിയ സന്തോഷമാണ്. കുറച്ച് ലിപ്സ്റ്റിക്ക് മേടിക്കുക, കുറച്ച് ഡ്രസ്സ് എടുക്കുക, സന്തോഷമാണ്. അങ്ങനെ കയ്യിൽ കുറച്ച് കാശ് പോയിന്ന് കാണുമ്പോൾ സമാധാനത്തോടു കൂടി ആ ഡിപ്രഷൻ പൊക്കോളും. വളരെ ചെറുപ്പത്തിൽ ഇപ്പൊ നാദ്രയ്ക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്ന സമയത്ത്, അതായത് ഓക്കെ ഞാൻ 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 ഇങ്ങനെയല്ല, ശരിക്കും ഞാൻ മാറേണ്ട ഒരാളാണ് എന്നൊരു തോട്ട് വരുന്ന സമയത്ത് ഇന്നുള്ളൊരു അവയർനെസ് ഇല്ല ജെൻഡർ ഫ്ലൂയിഡിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ചും ഇപ്പോഴും കാര്യമായി. ഇല്ല. ഞാനത് ഇപ്പോഴും വിചാരിക്കും. മോഹൻലാൽ സാറിൻ്റെ ഒരു ആഡ് തന്നെ അത് നമ്മളൊക്കെ എത്ര സന്തോഷത്തോടു കൂടി ഒന്നിൽ കൂടുതൽ വട്ടം കണ്ട ആൾക്കാരാ. പക്ഷെ എന്നിട്ടും അതിന് ട്രോളൊക്കെ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാകുമ്പോഴോ ഒരു ബുദ്ധിമുട്ടാണ്. ഞാനത് ന്യൂട്രാലിറ്റീനെ ഒരു ഫോക്കസ് ചെയ്തു എന്ന് വെച്ചാൽ ഒരു പരിധി വരെ. പക്ഷെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടല്ല അതിനെ കാണുന്നത്. പക്ഷെ അതിനകത്തും കുറച്ച് കുത്സിതം കാണിച്ച മനുഷ്യരുണ്ട്. ഞാൻ ആലോചിക്കും ഇവന്മാരൊക്കെ കേരളത്തിൽ തന്നെ ആണോ ദൈവമേ? അപ്പൊ അങ്ങനെ ഒരു ഫസ്റ്റ് തോട്ട് വന്നപ്പോഴേ എപ്പോഴെങ്കിലും ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായോ? ഓ, ലൈക്ക് ഉറപ്പായിട്ടും. ഞാൻ ഇപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഞാൻ ചെയ്യണം അത് ഞാനൊരു സ്പെഷ്യൽ ക്യാരക്ടറാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ടിപ്പിക്കൽ ട്രാൻസിനെ പോലെ അല്ല. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഡൗട്ട് തോന്നും. ഞാനിപ്പോൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ? കാരണം ഞാൻ കുറച്ച് മതവിശ്വാസിയാണ്. ഞാനൊരു മുസ്ലിം ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിക്കകത്തുനിന്ന് വന്നതുകൊണ്ടായിരിക്കാൻ ഞാൻ വിശ്വാസിയും കൂടെയാണ്. പ്രാക്ടീസ് ചെയ്യുന്നില്ല കേട്ടോ, ഞാനത് എടുത്തു പറയാം. ഇനിയിപ്പോൾ അടുത്ത കമൻറ്റ് വരും, ഓ ഇവളൊക്കെ മുസ്ലിം അല്ലെങ്കിൽ തട്ടയിടില്ല എന്നൊക്കെ. പ്രാക്ടീസ് ചെയ്യുന്നില്ല, അതിനെ ഫോളോ ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് തോന്നും ഈ നരകത്തിൽ പോവേണ്ട ഒരവസ്ഥയൊക്കെയാണല്ലോ ദൈവമേ ഞാൻ ഈ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഡൗട്ട് എനിക്കിപ്പോഴും കൺഫ്യൂഷനൊക്കെ തോന്നാറുണ്ട്. ഇതൊക്കെ വലിയ ഒരു പ്രശ്നമുള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഞാൻ പറയാം എനിക്കിപ്പോഴും കൺഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നതൊക്കെ പ്രോപ്പറാണോ എന്നുള്ളൊരു തോട്ട്. ഇപ്പം ചൈൽഡ്ഹുഡ് ട്രോമയെ കുറിച്ച് പറഞ്ഞു. നാദ്ര തന്നെ ഒരു ഗ്യാങ് റേപ്പിന് ഇരയായതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 2 PG ഉള്ള ഒരാളാണ് ഇപ്പോൾ. അപ്പോൾ അവിടുന്ന് നമ്മൾ നുള്ളിപ്പെറുക്കി എടുത്ത് ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതും സ്കൂൾ റിലേറ്റഡ് ആയിട്ടാണ് അങ്ങനെ ഒരു ട്രോമ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ആ സമയത്ത് ഹാൻഡിൽ ചെയ്തത്? ഇഫ് യു ആർ കംഫർട്ടബിൾ ടു ടോക്ക് അബൌട്ട്. ദൈവം പിന്നെ ഇങ്ങനെ പടച്ചു വിട്ട സമയത്ത് തന്നെ എനിക്ക് തന്നൊരു രോഗമായിരിക്കാം മറക്കാനായിട്ട് പഠിച്ചു എന്നുള്ളത് പലതും. ഈ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ വലിയൊരു ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകാത്തത്. സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച സമയങ്ങളിൽ പോലും ചിലപ്പോൾ അതായിരിക്കാം ഈ മറവി എന്നുള്ളൊരു പ്രശ്നം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും. ഞാൻ കുട്ടിക്കാലത്തെ ആ ട്രോമ എനിക്ക് ഓർക്കുമ്പോൾ പോലും വലിയ വേദന അല്ല ഇപ്പം. കാരണം അന്ന് പറഞ്ഞ വേദന മാറി എന്നുള്ളതാണ്. എനിക്ക് ആ ട്രോമയിൽ അന്ന് എന്നെ കാരണമാക്കിയ സുഹൃത്തുക്കളാണ് അവരിപ്പം. അവർക്കാരും അറിവില്ലായ്മയായിട്ട് ഞാനത് കാണുന്നത് എൻ്റെ കാര്യത്തിലാട്ടോ. എനിക്ക് എല്ലാവരുടെ കാര്യത്തിലും ഞാൻ എല്ലാവരുടെ കാര്യത്തിലായിട്ടും ജനറലായിട്ട് മനസ്സിലായി. പറയുന്നതല്ല. എനിക്ക് അവരിപ്പം നാദ്രയ്ക്ക് അവർക്ക് forgive ചെയ്യാൻ സാധിച്ചു. അവർക്ക് കുറ്റബോധമുണ്ട്. കുറ്റബോധമുണ്ട്. ഞാൻ മറക്കുന്നു. കാരണം എനിക്ക് എന്താണെന്ന് അറിയില്ല അന്ന് ഞാൻ എന്താന്ന്. അവർക്കറിയില്ല ഞാൻ എന്താണെന്നും അവരുടെ ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയൊന്നും. അപ്പോൾ അതൊക്കെ മറന്നു എന്നുള്ളത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഒരിടത്തും അവരുടെ പേര് പറയാനോ ഇല്ലെങ്കിൽ അവരിത്രയും ഇങ്ങനത്തെ ആൾക്കാരാന്ന് പറയാനൊന്നും വന്ന് നിൽക്കുന്നില്ല. നേരെ മറിച്ച് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ്. എന്താണ് മഴ ഇഷ്ടമില്ലാത്തത്? എനിക്ക് പൊതുവെ ആൾക്കാർക്ക് ഇപ്പോഴും ഭയങ്കര റൊമാൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അല്ലേ അങ്ങനെ? എനിക്ക് ഒരു റൊമാൻസ് എൻ്റെ ഒരു പ്രണയത്തിലും മഴയില്ല. ഇല്ല. ഇല്ലില്ല. മഴ പെയ്യുന്നത് കേൾക്കുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ഞാൻ ചോദിക്കും ഇവിടെ മഴയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വരണോ? ഞാൻ ഭയങ്കര മൂഡി ആയിട്ട് ഫീൽ ചെയ്യോ? എനിക്ക് ചെളി ഇഷ്ടമില്ല. വെള്ളം കെട്ടിക്കിടക്കുന്ന ഇഷ്ടമില്ല. ഒരു ചൂടെടുത്താൽ പോലും എനിക്ക് പ്രശ്നമില്ല. എനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെറിയ ചൂടത്ത് ഈ വൈകുന്നേരങ്ങളുണ്ടാവും. ആ വൈകുന്നേരങ്ങൾ എന്നെ സംബന്ധിച്ച് കിട്ടുന്ന പോസിറ്റീവ് ഭയങ്കര വേറെ ലെവലാ. പക്ഷെ മഴ അതിപ്പോൾ എത്ര ചൂടത്ത് മഴ പെയ്താലും പ്രശ്നം. എനിക്ക് എന്താ പ്രശ്നം ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഗുരുതരമായ എന്തെങ്കിലും ഇപ്പൊ ട്രോമയുണ്ട് കേട്ടോ. വീട്ടിലെന്തെങ്കിലും കുട്ടിക്കാലത്തെ ഇൻസിഡന്റ് അങ്ങനെ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സ് വരെ ചോരുന്നൊരു വീട്ടിൽ വാപ്പ ഡെയിലി വേജസിന് പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പം മാത്രമല്ല ഈ ഡെയിലി വേജസിന് മഴയുണ്ടെങ്കിൽ വാപ്പക്ക് സീസണിൽ പോകാൻ പറ്റത്തില്ല. അപ്പം ഒരു അങ്ങനത്തെ ഒരു പണിയാണ് ചെയ്യണേ. അപ്പം അതുകൊണ്ടായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കുട്ടിക്കാലത്ത് ഈ പാത്രങ്ങളൊക്കെ വെച്ച് മഴ ചോരുന്നിടത്ത് കൊണ്ട് കലം വെക്കുന്ന ആ ഒരു അവസ്ഥയും പിന്നെ സ്കൂളിൽ ഞാൻ നനഞ്ഞു പോയിട്ടുണ്ട്. അപ്പം വളരെ വളരെ അണ്ടറിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്കൊരു ഇത്രയും ട്രോമ വരാൻ കാരണം ചിലപ്പോൾ മഴയോട്. ഈ ഫോർമൽ എഡ്യൂക്കേഷൻ ഇത്രയും എന്താ പറയാ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവന്ന
എസ്പെഷ്യലി ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ വളരെ കുറവാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നാദ്രയിൽ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലരും പഠിക്കുന്നതും പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതും അങ്ങനെയൊക്കെ. അപ്പം എന്താണ് അതിനുള്ളൊരു ഇൻസ്പിറേഷൻ? അതായത് 2 PG എടുക്കാൻ, ഒരു ന്യൂസ് റീഡിങ് ചെയ്യാൻ. പണ്ട് ഈ ഭാവിയിൽ ഇങ്ങനെ വലിയൊരു സെലിബ് സ്പേസിൽ എത്തുമെന്നോ ഇല്ലെങ്കിൽ 10 പേര് തിരിച്ചറിയുന്ന ആൾക്കാരാകുമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ഈ മാറ്റി നിർത്തലിൽ അവഗണനയൊക്കെ കുറേ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ ലോകത്ത് തൊഴിലുള്ള ഒരുത്തന് ഇല്ലെങ്കിൽ തൊഴിൽ വേണമെന്നല്ല, സാമ്പത്തികമായ ശേഷിയുള്ള മനുഷ്യന് എല്ലായിടത്തും പരിഗണന ഉണ്ടെന്ന് ഞാൻ കണ്ടു, പഠിച്ചു. അപ്പം അന്ന് ആഗ്രഹിച്ചതാണ് പഠിക്കുക, പഠിച്ചൊരു ജോലി മേടിക്കുക. അത് ജോലി എന്തായാലും കുഴപ്പമില്ല, കയ്യിൽ പൈസ ഉണ്ടായത് അന്ന് വിചാരിക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പം അന്ന് വിചാരിച്ചതാണ് എനിക്ക് അന്നുള്ള ഓപ്ഷൻ പഠിച്ച് ജോലി മേടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അന്ന് ബിസിനസ്സിൽ ഇറങ്ങാൻ സാമ്പത്തികം ഒന്നുമില്ലല്ലോ. അപ്പം ഈ എഡ്യൂക്കേഷന് ഭയങ്കര സ്ട്രഗിൾ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തൊരു 1 ഇയർ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം ആ സമയത്ത് എൻ്റെ കയ്യിൽ 10 രൂപ പോലും എടുക്കാനില്ല. കോളേജിലേക്ക് പോകണമെങ്കിൽ 2 ബസ് പിടിച്ച് പോകണം. അപ്പോൾ അന്ന് ഞാനിങ്ങനെ അന്നും ഈ ക്ലാസ്സൊക്കെ എടുക്കാൻ പോയി. അന്ന് പിന്നെ കൂടെയുള്ള കുറച്ച് മനുഷ്യരുടെ ഹെൽപ്പൊക്കെ ഉള്ളതുകൊണ്ട് അന്നത്തെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ആ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ PG എൻ്റെ എല്ലാ എഡ്യൂക്കേഷനും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് മാനേജ് ചെയ്തത്. കാരണം അന്ന് കുറച്ചൊക്കെ ഇങ്ങനെ തുടങ്ങി ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് ലൈഫിൽ. അപ്പം ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കാതിരിക്കണമെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടാവുക, പണിക്ക് പോവുക. പണിക്ക് പോകണമെങ്കിൽ അത്യാവശ്യം എഡ്യൂക്കേഷൻ വേണം എന്നുള്ളത് ഞാൻ പഠിച്ചു. +2 ഉള്ള ഒരു ആൾക്ക് കിട്ടുന്ന ജോലിയല്ല, ഡിഗ്രി ഉള്ളപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ജോലി കിട്ടും. അപ്പം അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് അന്ന് പഠിച്ചു. ഹൗ ഈസ് നാദ്രാസ് റിലേഷൻഷിപ്പ് വിത്ത് മണി? കാരണം ഞാൻ കേൾക്കണു നാദ്ര ഒരു വലിയ അച്ചീവ്മെൻറ്റ് ഇപ്പോൾ ഇങ്ങനെ അച്ചീവ്മെൻറ്റിലേക്ക് പോവാണ്, അത് ഇത്ര ചെറിയ പ്രായത്തിൽ. അപ്പോൾ ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് മണി? ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ആണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. കാരണം ഞങ്ങളൊരു ട്രിവാൻഡ്രം സിറ്റി തന്നെ താമസിക്കുമ്പോൾ നമുക്കൊരു കാറ് പോകുന്ന വഴി കൂടെ ഉള്ള വീടല്ല. ഒരു 2 പേർക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു സ്പേസ് മാത്രം. മുടുക്കുന്നാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പറയും. അപ്പോൾ മുടുക്കിൻ്റെ അകത്താണ് വീട്. അപ്പം അന്ന് തൊട്ടേ ഇപ്പം ഞങ്ങളെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു അഖിലും സെറീനയൊക്കെ വന്ന സമയത്ത് ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, അവർ കാറൊക്കെ പുറത്ത് ദൂരേക്ക് ദൂരമല്ല കുറച്ച് അപ്പുറത്ത് ഇട്ടിട്ടാണ് അവർ നടന്നു വരാൻ. അപ്പോൾ ഞാൻ ഉറപ്പിച്ചായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു വീട്. അപ്പം എന്തായാലും കയ്യിൽ പൈസ വേണം എന്നുള്ളതാണ്. അപ്പം അന്നുള്ള കാശൊക്കെ കൂട്ടി ഞാൻ അന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. സ്വന്തം നാട്ടിൽ ഞാൻ താമസിക്കുന്ന ആ വീടിൻ്റെ പരിസര ഭാഗത്ത് തന്നെ കാറ് പോകുന്ന വളരെ നല്ലൊരു ലൊക്കേഷൻ. നോക്കിയപ്പോഴത്തേക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ കുറച്ച് പ്രൈം ലൊക്കേഷനാണ്, ബൈപ്പാസിൻ്റെ സൈഡിൽ തന്നെ. ഓക്കെ. സെൻറ്റിനാണെങ്കിൽ ഒരു കത്തി വില. പക്ഷേ അത് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് വലിയ തുക കൊടുത്ത് ആ സ്ഥലം മേടിക്കേണ്ടി വന്നു എന്നുള്ളത്. ഓക്കെ. ഞാൻ മേടിച്ചു. വളരെ ചെറിയ 3 സെൻറ്റ് ആണെങ്കിൽ പോലും ഞാനത് വാങ്ങി. വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് വെച്ച് തുടങ്ങിയതല്ല. പക്ഷെ തുടങ്ങാമെന്ന് കരുതി തുടങ്ങി അങ്ങ് പോകുമ്പോഴത്തേക്ക് ഒഴുക്കിലങ്ങ് പോയി അവസാനം ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു വീട് ഉണ്ടാക്കാൻ പറ്റി. വലിയൊരു തുകയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആഗ്രഹിച്ചൊരു വീട്, അതും ആരുടെയും വലിയ ഹെൽപ്പൊന്നുമില്ല, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടൊരു വീട് വെച്ചു. ഞാൻ പിന്നെ എല്ലാ തരത്തിലും ഓടി നടന്ന് പരിപാടികൾക്കൊക്കെ ഭാഗമാകുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പം വലിയ ബുദ്ധിമുട്ട് അറിയാതെ എനിക്ക് ആ വീട് വെക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് പൈസയുമായിട്ട് മണിയുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഞാൻ ബിക്കോസ് പരിപാടികൾക്ക് പോവും. അതായത് നന്നായി സേവ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ നന്നായിട്ട് സേവ് ചെയ്യും. ഇപ്പം ഒരു എക്സാമ്പിളായിട്ടോ, ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 70 രൂപയും സേവ് ചെയ്യണം, ബാക്കി 30 രൂപ കൊണ്ട് ചിലവുകൾ നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് സേവ് ചെയ്യാൻ പഠിച്ചു. ഞാൻ മേ ബി ഈ കൊച്ചിലെ തന്നെ വലിയ കാശൊന്നും കിട്ടി ജീവിച്ച ലക്ഷറി ലൈഫ് അല്ലാത്തതുകൊണ്ടായിരിക്കാം സേവിങ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. ഇപ്പം നാദ്ര സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്, എല്ലാ തരത്തിലും. ആസ് ഇൻ കണ്ടന്റ്, എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും അല്ലാതെ ഈ പറഞ്ഞ പോലെ ബൈറ്റ് കൊടുക്കുമ്പോഴാണെങ്കിലും വളരെ വാലിഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ്. ആൻഡ് ഒരുപാട് സപ്പോർട്ടിൻ്റെ കൂടെ തന്നെ ഈക്വൽ എമൗണ്ട് ഓഫ് ഹെയ്റ്റും നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. സോ ഹൗ ഡു യു ഹാൻഡിൽ ദറ്റ്? ഹാൻഡിൽ എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ ഞാൻ ബിഗ് ബോസ് ഒക്കെ ഇറങ്ങിയ സമയത്തൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് വലിയ റിയാലിറ്റി ആയിട്ടോ. ഞാനത് അപ്പോൾ ആലോചിക്കും, ഇത്രയും സപ്പോർട്ടോ കേരളത്തിനകത്ത്. ഞാൻ അവരുടെ ചാനലിൽ താഴത്തെ കമൻസ് ഒക്കെ പോയി നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വിഷമിച്ചൊക്കെ എഴുതുന്ന കമൻസ് ഒക്കെ വായിക്കാറുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര അഹങ്കരിച്ചു, ഇത്രയും സപ്പോർട്ട് ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബ് വ്ളോഗറുടെ ഒരു ഇങ്ങനെ ഹെയ്റ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരുടെ പേരിൽ 1-ാം സ്ഥാനം നമ്മുടെ ഒരു വലിയ നടനാണ്. 2-ാം സ്ഥാനത്ത് സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഒരാളാണ്. 3-4 കഴിഞ്ഞ് 5-ാം സ്ഥാനത്ത് നാദിറ മെഹർ. ദൈവമേ, അവരൊക്കെ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്.
നന്നായിട്ട് എന്ന് പറയുമ്പോൾ എന്നെ ജെൻഡറിനെ അധിക്ഷേപിക്കുന്ന എക്സ്ട്രീം ലെവൽ ഹെയ്റ്റ് കമൻറ്റ്സ് ഞാൻ ദിവസവും കാണാറുണ്ട്. ഐ ഡോണ്ട് കെയർ. നിങ്ങൾ എന്താ അവിടെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ അത് ബാധിക്കുന്നില്ല. എങ്ങനെ ബാധിക്കും? ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ പരിപാടികൾ നഷ്ടമാകുമ്പോഴോ എൻ്റെ അവസരങ്ങൾ കുറയുമ്പോഴാണ് എന്നെ അത് ബുദ്ധിമുട്ടിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. ബട്ട് എനിക്ക് എൻ്റെ അവസരങ്ങൾ കുറയുന്നില്ല. എനിക്ക് വരുന്ന ഓഫേഴ്സിൻ്റെ എണ്ണം കൂടുവാണ്. എനിക്ക് തോന്നുന്നു ഫേസ് വാല്യൂ ഉള്ളതുകൊണ്ടായിരിക്കാം, ആൾക്കാർ ഇങ്ങനെ കുത്തിയിരുന്ന് കമൻ്റ് ഇടുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു ലെവലിലേക്കൊരു പടി മേലേക്ക് ഞാൻ പോയത്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് വെറുതെ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ കുത്തിയിരുന്ന് അങ്ങ് കമൻ്റ് ഇട്ടോ. ചില കമൻ്റൊക്കെ വായിക്കണം, നീണ്ടൊരു പേജാണ്. ഞാനിരുന്ന് ആലോചിക്കുക, ദൈവമേ ഇരുന്ന് വായിക്കും. ഡു യു സിറ്റ് ആൻഡ് റീഡ്? ഞാൻ ചിരിക്കും. എൻ്റെ ട്രോളാണ് ഞാൻ ചിരിക്കാറുണ്ട്. ഈ ചില സിനിമയുടെ കട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിഷ്വലൊക്കെ ചെയ്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ കട്ടൊക്കെ. ഈ നോർത്ത് ഇന്ത്യ എനിക്കൊരു ബന്ധമില്ല ആ നാടുമായിട്ട്. എനിക്കവിടുത്തെ കൾച്ചർ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കൾച്ചറാണ് അവരുടെയൊക്കെ. കൾച്ചർ മീൻസ് ഇപ്പം കാണിച്ച് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളെപ്പോലെയാണ്. അത്തരം ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയുന്നുമുണ്ട്. പക്ഷേ ഞാൻ സ്വയം ഒരു കോപ്രായം കാണിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിനകത്ത് ഞാൻ ചിലപ്പോൾ പെടുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഭയങ്കര ഹെയറൊക്കെ കെട്ടി അങ്ങനെ പ്രോപ്പർ കുളിപ്പിൽ കെട്ടി കുലസ്ത്രീ ആയിട്ട് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നടക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ്. ഞാൻ എങ്ങനെയാണോ നിങ്ങൾ എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കണ്ടത് അതുപോലെ തന്നെയാണ് പുറത്തും. അപ്പോൾ അതുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. നാദിറ അത്യാവശ്യം എന്താണ് ഭയങ്കര സുന്ദരിയായിട്ട് ഒരുങ്ങുന്ന ഒരാളാണ്. നല്ല കോസ്റ്റ്യൂം സെൻസും നല്ല കളർ സെൻസും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ന ആളെ പോലെ ആവണം, ഒരു ആസ്പയർ ചെയ്യുന്ന ഒരു ആക്ട്രസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, കുറേ പേരുണ്ട്. ഞാൻ ആരെ പറയുന്നേ. ഇഷ്ടമുള്ള കുറേ പേരുണ്ട് എന്നുള്ളതാണ് എനിക്ക്. ഞാൻ പറയണ സൗന്ദര്യത്തിലാണ് ഞാൻ പറയാം. ഞാനിങ്ങനെ ലാസ്റ്റ് ഒരു ആളുടെ അല്ല, തായ്ലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ചിങ്ങനെ ലേഡി ബോയ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അവരെ കാണുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കാം. ഞാൻ മാത്രമല്ല, കൂടെ വന്ന എല്ലാ ഗേൾസും ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് പറയും, ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ദൈവമേ. ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ എന്നെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ ടെക്നിക്കലി വേർഡാണ് ലേഡി ബോയ് എന്നുള്ളത്. പക്ഷേ ട്രാൻസ്സെക്ഷൽ പേഴ്സൺസ് ആണ് അവരൊക്കെ, ഓക്കെ. കൺവേർട്ടഡ് ഫീമെയിൽസാണ്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ഇതിങ്ങനെ എത്രയും സർജറി, കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അണ്ടർആംസ് അടക്കം അവർ സർജറി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും ഡെഡിക്കേഷനോ? ഞങ്ങളൊക്കെ ഇവിടെ ഒരു 3-4 കഴിയുമ്പോൾ തന്നെ മതിയാക്കും. മതി, ഇത്രയും മതി എന്നുള്ളത്. പക്ഷേ പ്ലാസ്റ്റിക് സർജറിയുടെയൊക്കെ എക്സ്ട്രീം ലെവൽ. അപ്പം ഞാൻ അവരെ കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഭയങ്കര സെക്സി, ഭയങ്കര ഒരു ഫിസിക്കൊക്കെ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ സൗന്ദര്യത്തിൻ്റെ പരസ്യങ്ങളുണ്ട്, സോപ്പിൻ്റെ ഒക്കെ പരസ്യത്തിൽ സോപ്പിൻ്റെ കൈ പോകുമ്പോൾ നമ്മൾ കയ്യിലേക്ക് നോക്കൂലേ, അത്ര അതിനേക്കാൾ ബ്യൂട്ടിഫുൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റഷ്യൻസിനെ കാണുന്ന എന്ത് രസമാണ്, അസൂയ തോന്നുന്നു. ഞാൻ എന്തൊരു ക്യാപ്ഷനിൽ ഇട്ടു, ഞാനൊക്കെ പോയി കിണറ്റിൽ പോയി ചാടിയാൽ മതി. കാരണം അത്രയ്ക്കും ലേഡി ബോയ്സാണ്, കൺവേർട്ടഡ് ആയിട്ടുള്ള മെയിൽ ടു ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ. ചെറുപ്പത്തിൽ ഇങ്ങനെ അതായത് എനിക്ക് ഒരുങ്ങണം എന്ന് തോന്നുമ്പോൾ ആ സമയത്ത് മനസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇന്ന ആളെ പോലെ ഒരുങ്ങണം, നമ്മൾ കാണുന്ന ടി വിയിൽ കാണുന്ന അങ്ങനെ? എനിക്ക് നിങ്ങളുടെ റിയാലിറ്റി ഷോ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു, വിവലാക്ട് ബിഗ് ബ്രേക്ക്. ഞാൻ ഭയങ്കര ഫാനായിരുന്നു. പിന്നെ സീരിയസ്ലി എൻ്റെ കുട്ടിക്കാലത്ത് ഭയങ്കര നല്ല ഓർമ്മകളിലുള്ള ഒരു റിയാലിറ്റി ഷോയൊക്കെ. ഞാൻ ആൺകുട്ടിയായിരുന്നല്ലോ ആ സമയത്ത്. പ്രത്യേകിച്ച് വിവലാക്റ്റിൽ ഗേൾസ് മാത്രം. അതെ അതെ ആ, അതെ, എനിക്ക് കൺഫ്യൂഷൻ വന്നു പെട്ടെന്ന്. ഗേൾസ് മാത്രമായിരുന്നു. അപ്പോൾ അന്ന് ഷീവില ചേച്ചിയും സ്വാസികയും അനുശ്രീയൊക്കെ ഇങ്ങനെ വന്നു പോകുമ്പോൾ ഭയങ്കര ഇതൊക്കെ പോലെയൊക്കെ ഭാവിയിലാകാൻ പറ്റുന്ന അന്ന് സ്വപ്നം പോലും കാണുന്നില്ല കേട്ടോ. പക്ഷെ കൗതുകത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സീരിയലുകൾ എന്നെ സ്വാധീനിച്ചിട്ടൊക്കെ ഉണ്ട് കുട്ടിക്കാലത്ത്. സിനിമകളെക്കാൾ കൂടുതൽ സീരിയലുകളും റിയാലിറ്റി ഷോസും ഒക്കെ സ്വാധീനിച്ചിട്ട്. ഇപ്പോൾ ഇവിടെ വളരെ സെൻസിബിളായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരെവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്ന വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ് നാദിറ. അങ്ങനെ സംസാരിക്കുന്ന ഏതെങ്കിലും ഇൻ്റർനാഷണൽ ഫിഗേഴ്സിനെയോ അല്ലെങ്കിൽ നാഷണൽ ഫിഗേഴ്സിനെയോ ആരെങ്കിലുമൊക്കെ ഒരു മോഡലായിട്ട് കാണുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇന്നയാളെ പോലെ? ഇല്ല, ഞാൻ തന്നെയാണ്. കമ്മ്യൂണിറ്റിയിൽ എനിക്ക് അങ്ങനെ ഒരു മോഡലിൽ ഞാൻ അവരെ പോലെ അങ്ങനെ ഞാൻ ചിന്തിക്കും. ഞാൻ പൊതുവേ എൻ്റെ ഒരു മെൻറ്റാലിറ്റി കുറച്ച് മാറി എന്നുള്ളതെന്ന് വെച്ചാൽ, ഞാൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുമായിരുന്നു. കുറേ അധികം ഞാൻ എല്ലായിടത്തും പോകുന്ന സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് തുടക്ക സമയത്തൊക്കെ. ഇപ്പം ഞാൻ അങ്ങനെ പറയാറില്ല, കാരണം ആൾക്കാർക്ക് എന്നെ അറിയാം. നാദിറ എന്ന് പറയുമ്പോൾ തന്നെ. പക്ഷെ അപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് പറയുന്നത് നാദിറ ഞങ്ങൾ കണ്ടിട്ട് ട്രാൻസ് ആണെന്നൊന്നും വിചാരിക്കുന്നില്ല. കാരണം 100 ദിവസം കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ വീട്ടിലെ കുട്ടീനെ പോലെയൊക്കെ അവർക്ക് തോന്നുന്നതൊക്കെ. പക്ഷേ എനിക്ക് എല്ലാ തരത്തിലും കമ്മ്യൂണിറ്റിയുടെ വിഷയങ്ങൾ അംഗീകരിക്കാനും ചിലപ്പോൾ സാധിക്കാറില്ല എന്നുള്ളത്. ഓക്കെ. എനിക്ക് പേഴ്സണലി വിരോധമുള്ള കുറേ അധികം വിഷയങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട് എന്നുള്ളതുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പൊതുവെ വളരെ സെലക്റ്റീവാണ് ആ വിഷയത്തിൽ. നമുക്ക് ഈ പുരുഷന്മാർ തെറ്റ് ചെയ്യാറുണ്ട്, സ്ത്രീകളും തെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാരും തെറ്റ് ചെയ്യാറുണ്ട്. ആ തെറ്റുകളെ തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിന് ന്യായീകരിക്കാൻ ഞാൻ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പൊതുവേ ഇപ്പം ഞാൻ പറയും, എന്നെ നാദിറ മെഹറിനായിട്ട് തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ. ഓക്കെ. ചിലപ്പോൾ അത് എന്നെ ഇങ്ങനെ ആക്കി തീർത്തതും പബ്ലിക്കായിരിക്കാം. ഓക്കെ. സൊസൈറ്റിയിൽ ഞാൻ കാണുന്ന കുറേ കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വിഷയം ഒരു കേരളത്തിനകത്ത് സംഭവിച്ചപ്പോൾ എനിക്ക് ഒരു തരത്തിൽ അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്കത് എന്ത് ന്യായം പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളെല്ലാവരും എങ്ങനെ ചിന്തിച്ചു, അത് മോശമായി പോയി, തെറ്റായി പോയി എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ വിചാരിക്കുന്നു. ഞാൻ മോശമായി പോയി, അത് ചെയ്യേണ്ടായിരുന്നു. പറഞ്ഞോളൂ. അത് കൊട്ടാരക്കരയിലെ ആ വിഷയമൊക്കെ തന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത്. കാരണം അതിൻ്റെ പേരിൽ ഞാനൊക്കെ സൈബർ ബുള്ളിങ് അനുഭവിക്കും. എന്തിനാ ദൈവമേ. ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല, ആ സമരത്തെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമരം ഒരു കമ്മ്യൂണിറ്റി സമരമായിരുന്നുമില്ല. ഒരു പ്രാദേശികപരമായിട്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കാണിച്ചു. പക്ഷെ അത് അങ്ങനെയല്ല കാണിക്കേണ്ടിരുന്നത്. ഇവിടുത്തെ നിയമത്തെ കയ്യിലെടുക്കാനോ ഇല്ലെങ്കിൽ പോലീസുകാരെ അറ്റാക്ക് ചെയ്യാനോ നമ്മൾ ഗുണ്ടകളൊന്നും അല്ല. മറ്റു സിനിമയിലെ ഡയലോഗ് പോലെ, ഞങ്ങൾ ഗുണ്ടകളല്ല, അനാഥരല്ലേ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റിയിലുണ്ടാകുന്ന ചില തീരുമാനങ്ങളോടോ അല്ലെങ്കിൽ ചില പ്രവൃത്തികളോടൊക്കെ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതെന്താണ് നാദിറയ്ക്ക് അങ്ങനെ തോന്നിയത്? അതായത് ഇപ്പം നമ്മൾ സ്ത്രീകൾ, പുരുഷന്മാർ അതേപോലെ അവിടെ ആ ഭാഗത്തും തെറ്റുണ്ടാവാം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? അല്ല പൊതുവെ നമ്മളിപ്പോൾ ക്രൈമൊക്കെ എടുത്ത് അതിൻ്റെ ശതമാനക്കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ക്രൈമുകൾ അതിൻ്റെ ഭാഗമാകുന്ന പുരുഷന്മാരാണ് ശതമാനക്കണക്ക്. പിന്നീട് സ്ത്രീകളാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ന്യൂനപക്ഷ മനുഷ്യരിലൊക്കെ പെടുന്നുള്ളൂ. ഇതിപ്പോൾ എനിക്ക് അവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്നുള്ളത്, ഇപ്പം ഞാനും ഷിബിലിയും തമ്മിലൊരു തർക്കം ഉണ്ടാകുന്നു പേഴ്സണലി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പ്രശ്നം ഗുരുതരമാകുന്ന ഒരു സമയത്ത് ഷിബിൽ എന്നെ തല്ലുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റാക്കിലേക്ക് എത്തുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അല്ലെങ്കിൽ തല്ലിയെന്നുള്ളൊരു ടോക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കാർഡ് എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നതിനോട് ഭയങ്കര ഒരു വിയോജിപ്പുണ്ട്. ഓക്കെ. കാരണം വളരെ പേഴ്സണലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തിയൊരു ഫൈറ്റ്. എനിക്ക് തോന്നുന്നു നിയമത്തിൻ്റെ ഒരു സാധ്യതയെ ചിലപ്പം ദുരുപയോഗം ചെയ്യാനായിട്ടുള്ള അതിനോടൊക്കെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് പൊതുവെ പബ്ലിക് എപ്പോഴും ചിന്തിക്കുന്നത് അവിടെ നടന്ന വിഷയം കമ്മ്യൂണിറ്റിയുടെ അല്ല അവകാശ സംരക്ഷണ പോരാട്ടമായിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു പ്രാദേശിക ഒരു പ്രശ്നത്തെ മുൻനിർത്തിയാണ് അവിടെ ഒരു സമരം നടത്തിയതും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഞാൻ വേറൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികളും സമരം നടത്താറുണ്ട്. അവർ പക്ഷെ ഒരു ലെവൽ വരെ പോകുന്നുള്ളൂ. അവരുടെ പരിമിതി അവർക്കറിയാമെന്നുള്ളത്. ആ പരിമിതിക്ക് അപ്പുറത്തേക്കാണ് ഈ ലാസ്റ്റ് നടന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനോട് വലിയൊരു വിയോജിപ്പുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് കുറച്ച് കൺഫ്യൂസിങ്ങുമാണ് അതേ സമയത്ത്. ബിക്കോസ് ക്രോസ് ഡ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദർ ആർ ഹോമോ സെക്ഷൽ പീപ്പിൾ, ദർ ആർ ട്രാൻസ് പീപ്പിൾ, അതിൽ തന്നെ ട്രാൻസ്സെക്ഷൽ അങ്ങനെ വരുന്ന സർജറിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എങ്ങനെയാണ് നാദിറ ഈ ഒരു ടോട്ടൽ കോൺസെപ്റ്റിനെ കൺസീവ് ചെയ്യണേ, ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നുള്ളത്? അതായത് ഇത് ഭയങ്കര ഡിഫറെൻറ്റ് ഒരു വേരിയേഷനൊക്കെ ഉള്ളൊരു വൈവിധ്യമാർന്ന സ്വഭാവമുള്ള മനുഷ്യരുടെ ഒരു വലിയ കൂട്ടമാണ്. ഇപ്പോൾ ക്രോസ് ഡ്രസ്സിംഗ് എന്നൊക്കെ പറയണത് താല്പര്യങ്ങൾക്കനുസരിച്ച് വസ്ത്രം സെലക്ട് ചെയ്യുന്ന മനുഷ്യർ. അതും ട്രാൻസുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് പബ്ലിക്കിന് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. ഒരു ബന്ധമില്ല. പൊതുവേ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ അകത്ത് പെടുന്നത് മെയിൽ ടു ഫീമെയിലോ ഫീമെയിൽ ടു മെയിൽ ആയിട്ടുള്ള ആൾക്കാർ, ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള മനുഷ്യരും ഒക്കെ ഉള്ളതാണ്. പിന്നെ എല്ലാവരും ഡിഫറെൻറ്റ് ട്രാൻസെക്ഷൽ എന്നൊക്കെ പറഞ്ഞാലും സർജറി കഴിഞ്ഞ ആൾക്കാരെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്യണത്. പൊതുവേ ഇപ്പോൾ ഞാൻ എന്ത് വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഞാൻ ഫീമെയിൽ ആയിട്ടാണോ എന്നെ കൺസിഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ട്രാൻസ്ജെൻഡർ വുമൺ ആയിട്ടാണോ, ട്രാൻസ് മെൻ ആയിട്ടാണോ, അങ്ങനെ അതാണ് മൂന്നാമതൊരാൾ അക്സെപ്റ്റ് ചെയ്യുകയും പരിഗണിക്കുകയും വേണ്ടത്. പൊതുവേ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആയിട്ടില്ല, ട്രാൻസ് വുമൺ ആയിട്ടാണ് എന്നെ അംഗീകരിക്കാൻ പറയണത്. എന്നെ വിളിക്കുമ്പോൾ സ്ത്രീകളുടെ പദങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക, നാദിറ എന്നുള്ള പേര് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊരു വലിയൊരു വൈഡ് സർക്കിളാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാൻ തന്നെ പഠിക്കാത്ത എന്തുമാത്രം ഡിഫറെൻറ്റ് സെക്ഷുവാലിറ്റിയോ ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ അറിവും പരിമിതമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇനിയും പുതിയതൊക്കെ കടന്നു വരുമ്പോൾ ഞാൻ ആലോചിക്കും എന്തുവാ ഇത്, ഹദ്യയില്ലേ എന്നൊക്കെ. യു ഇൻ യു